വയനാട് മൈലമ്പാടി ആപ്പാട് പ്രദേശങ്ങളിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായി. പാമ്പുംകൊല്ലി കാവുങ്ങൽ കുര്യന്റെ വീടിന് സമീപത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. രാത്രി 9:15 കടുവ കുടുങ്ങിയത്. അനൂപ് KR ചേരുകയാണ്. അനൂപ്, വിവരങ്ങൾ. അനൂപ്, വയനാട് മൈലമ്പാടി ആപ്പാട് മേഖലകളിൽ ഭീതി പരത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. പാമ്പുംകൊല്ലിയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 9:30 കടുവ കൂട്ടിലായത്. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ഭീതി പരത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. നാട്ടുകാർ വലിയ ആവശ്യവും ഉയർത്തിയിരുന്നു ഈ കടുവയെ പിടികൂടുന്നതിൽ ഉൾപ്പെടെ. ആ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു എന്നുള്ള ആശ്വാസ വാർത്തയാണ് വരുന്നത്. പാമ്പുംകൊല്ലിയിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ കൂട്ടിലായിരിക്കുന്നു. കാവുങ്ങൽ സ്വദേശി കുര്യൻ എന്നയാളുടെ വീടിന് സമീപത്തായിരുന്നു ഈ കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടെത്തിയത് വലിയ ആശങ്ക പടർത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് കൂട് സ്ഥാപിക്കുകയും കടുവയെ കൂട്ടിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുകയാണ്. അനൂപ് KR ചേരുകയാണ്. അനൂപ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? മൈലമ്പാടി അപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭീതി പടർത്തിയ കടുവയാണ് അല്പസമയം മുൻപ് ഈ പ്രദേശത്ത് ആദ്യം സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കാവുങ്ങൽ കുര്യൻ എന്നയാളുടെ വീടിന് സമീപം വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു കൊന്നതിനെ തുടർന്ന് ശക്തമായ ഒരു പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുകയും മറ്റും ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് കൂട് വനംവകുപ്പ് സ്ഥാപിച്ചത്. ഇന്ന് രാത്രി 9:15 ഈ കടുവ കുടുങ്ങിയത്. ശക്തമായൊരു പ്രതിഷേധം ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ കടുവയെ വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബത്തേരി കുപ്പാടിയിലെ മൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രദേശത്ത് നേരത്തെ തന്നെ ഈ കടുവയെ വിവിധ ഇടങ്ങളിൽ നാട്ടുകാർ കാണുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇത് ഒന്നിലധികം കടുവകൾ ഈ പ്രദേശത്തുണ്ട് എന്ന വലിയൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ നാട്ടുകാർ കടുവയെ കാണുകയും മറ്റും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അതിൽ ഈ ആക്രമണം നടന്ന വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്ന ഈ സ്ഥലത്ത് തന്നെയാണ് കടുവ കുടുങ്ങിയത്. അതേ തുടർന്ന് ഈ മൈലമ്പാടി അപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ദിവസങ്ങളായി നീണ്ടുനിന്ന ഒരു വലിയ കടുവ ഭീതിക്ക് ആശ്വാസമായിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കടുവയെ ഇവിടെ നിന്ന് മാറ്റി അത് മുത്തങ്ങ കുപ്പാടിയിലെ വനംവകുപ്പിന്റെ തന്നെ ഈ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനൂപ് KR. കടുവ കൂട്ടിലായിരിക്കും. ഇടവേള. നിങ്ങൾക്ക് കാണാനാവുന്നത് പോലെ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അല്ല, എല്ലായിടത്തും നമ്മുടെ മകളെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ കുഞ്ഞ് എവിടെയായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം തിരികെ കൊണ്ടുവരും. വിശ്വസിക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്ത് സാഹചര്യം ആയാലും മോദിജി ഞങ്ങളെ വീട്ടിലെത്തിക്കുമെന്ന്. അദ്ദേഹം യുദ്ധം നിർത്തിച്ചു വെച്ചാ, എന്നിട്ട് ഞങ്ങളുടെ ബസ് യാത്രയും തിരിച്ചു വെച്ചാ. കണ്ടില്ലേ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമോ എന്തെങ്കിലും ദുരന്തമോ ആകട്ടെ, 7 കടലും കടന്ന് നമ്മെ സംരക്ഷിക്കുന്നത് ആരാണോ അവരാണ് നമ്മുടെ കുടുംബം. ഞങ്ങൾ